ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ച. പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിൻ്റെ 41-ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. 50 നോമ്പിൻ്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോൽക്കുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റ് വീടിയതുപോലെ പുരാതന ക്രൈസ്തവരും 40 ദിവസം നോമ്പ് നോറ്റു വീടുന്നു. എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിൻ്റെ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ടയുണ്ടാക്കുന്നത്. കൊഴുക്കട്ടയ്ക്കുള്ളിൽ തേങ്ങയ്ക്കൊപ്പം ശർക്കരയോ പനശർക്കരയോ ചേർക്കുന്നു. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പലതും കാലങ്ങളായി പറഞ്ഞ് പ്രചരിക്കുന്ന കഥകളാണ്. ബെഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിലെത്തുകയും ലാസറിൻ്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് കുഴച്ച് ഉണ്ടാക്കി യേശുവിന് നൽകിയ ഭക്ഷണമാണ് കൊഴുക്കട്ടയെന്നും കരുതപ്പെടുന്നു. ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയുമാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്ന ആളുടെ കൈവിരൽ പാടുകൾ കൊഴുക്കട്ടയിൽ ഉണ്ടാവണമത്രേ. അഭിപ്രായങ്ങൾക്കും പഠനങ്ങൾക്കുമപ്പുറം മഹത്തായ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ ഉള്ളിൽ വഹിക്കുന്ന കൊഴുക്കട്ട കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ ഭാഗമായി കഴിഞ്ഞു. നോമ്പുകാലം നമ്മെ ആത്മീയമായി ശക്തരാക്കട്ടെ.